ലിഫ്റ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഷോപ്സിലൊക്കെ ഞാൻ എന്നെ എപ്പോഴും കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഗസ്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് ഒക്കെ കിട്ടി വരുന്നത്. സോ ഹാപ്പി. ഇന്നലെ മുതൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു മൂന്നാമത്തെ വിമൻസ് ഡേ പ്രോഗ്രാമാണ്. ഓരോ പ്രോഗ്രാമിലും ഓരോ എക്സ്പീരിയൻസസ് ആയിരുന്നു. ഇന്നലെ പങ്കെടുത്തത് കൊച്ചിയിലെ വിമൻ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിലായിരുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പ്സിനെയാണ് അന്ന് അവിടെ, കുറേ ഫേസസ് ആണ് ഇന്നലെ കണ്ടത്. കുറേ കാര്യങ്ങൾ അറിയാനും അവിടുത്തെ കുറേ പാനൽ ഡിസ്കഷൻസിലൊക്കെ ഇരിക്കാനും കുറച്ച് അധികം ആളുകളെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. അതിനുശേഷം ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ആലപ്പുഴയിലെ രൂപതയുടെ ഒരു പ്രോഗ്രാമിനായിരുന്നു. കുറേ സ്നേഹമുള്ള അമ്മമാരുടെ ഇടയിൽ, കുറേ ചേച്ചിമാരുടെ ഇടയിൽ, സമൂഹത്തിൽ അവരുടേതായ രീതിയിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന കുറേ സ്ത്രീകളുടെ ഇടയിലായിരുന്നു ആ പ്രോഗ്രാം. ഇന്നിപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് 4 പേരെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. ഓരോരുത്തർക്കും ഓരോ കഥകളാണ് പറയാനുള്ളത്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഈവൻ വീട്ടിലിരിക്കുന്ന ആരും അറിയപ്പെടാതെ വീട്ടിലിരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയോട് ചോദിച്ചാലും അവർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. അവർക്ക് ബാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, കഴിവുകളുണ്ടാവും. അങ്ങനെ ഒരുപാട് കഥകൾ ഓരോ സ്ത്രീകൾക്കും പറയാനുണ്ടാവും. അതിൽ കുറച്ച് പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ഇന്നിപ്പോൾ നേരത്തെ സംസാരിച്ച പുടവ. ആൻഡ് ഇന്ന് ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു വേദിയിൽ ഇവിടെ വന്ന് സ്വന്തം കഥ പറയാനായിട്ട് സാധിച്ചു. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത് എല്ലാ സ്ത്രീകൾക്കും അതിനുള്ളൊരു കഴിവുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിമൻ എംപവർമെൻറ്റ് എന്നുള്ളത് വളരെ ക്ലീഷേ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു യൂസേജ് ആണ്. അപ്പോൾ അതിന് പകരം ഇത്തവണത്തെ മോട്ടോ പോലെ തന്നെ ആക്സിലറേറ്റ് ആക്ഷൻ ഫോർ ജെൻഡർ ഈക്വാലിറ്റി, അതിന് നമ്മുടെ ആ ആക്ഷൻ തുടങ്ങേണ്ടത് ഓരോ സ്ത്രീയുടെയും ഉള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണ്. ഒരു പുരുഷനും ചലിക്കാനാവില്ല സ്ത്രീയില്ലെങ്കിൽ. അപ്പോൾ നമ്മളാണ് പിന്നെയും സ്ത്രീ ശാക്തീകരണത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ ആക്ഷൻ തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. എപ്പോഴും ഒരു സ്ത്രീ ഒരു ഓൺട്രപ്രണർഷിപ്പ് ആവട്ടെ, എന്ത് മേഖലയിലും ആവട്ടെ, ഞാൻ ഇന്നലത്തെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളെയും കൂടെ കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ വളർച്ച തന്നെയാണ്. അങ്ങനെ എല്ലാവരും മുന്നോട്ട് വരാനൊപ്പം തന്നെ നമ്മൾ മറക്കാത്ത, ഒരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാവട്ടെ, കുടുംബത്തിൻ്റെ കാര്യങ്ങളാവട്ടെ, എത്ര ഉയരത്തിലെത്തിയാലും ആ കാര്യങ്ങൾക്കൊന്നും ഒരു കോംപ്രമൈസും ഒരു സ്ത്രീയും വരത്തില്ല. പക്ഷെ അവിടെയും നേരത്തെ മാം പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം, അപ്പം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് അവബോധം കൊടുക്കുന്നതിനൊപ്പം തന്നെ, അല്ലെങ്കിൽ അവരെ റിമൈൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതിൻ്റെ ഒരു അവെയർനെസ് പുരുഷന്മാർക്കും കൊടുക്കുക എന്നുള്ളതാണ് ഈ ഓരോ വിമൻസ് ഡേയിലും നമ്മൾ ഇനി ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷൻ്റെ ഒപ്പം പലപ്പോഴും ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. എങ്ങനെയാണ് വിമൻ എംപവർമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡിസ്കഷൻസും നടക്കാറുണ്ട്. പക്ഷെ ഇനിയിപ്പം ആക്ഷൻ്റെ സമയമാണ്. അങ്ങനെ ആക്ഷനുമായിട്ട് മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരാനായിട്ട് ഓരോ സ്ത്രീയും ശ്രമിക്കുക. അതിനൊപ്പം തന്നെ ആ സൊസൈറ്റി വളരും, ഓരോ സ്ത്രീകളും അതിനൊപ്പം തന്നെ വളരും. അപ്പം ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. വൺസ് അഗെയിൻ ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു.